അങ്ങനെ അതാ നമ്മുടെ ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ അതാ ഒരു ചായയും കൂടെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എങ്ങോട്ട് പോകണമെങ്കിലും നമ്മുടെ നെയ്യാര പെട്രോൾ പമ്പ് കാണുകയാണെങ്കിൽ അവിടെ കയറി എണ്ണടിക്കൽ നമുക്ക് ഫറലാണ്. ഏത് ഹൈ മോഡിഫിക്കേഷൻ വണ്ടി കണ്ടാലും നമുക്കതൊരു ക്രേസ് ആണ് കേട്ടോ. ആദ്യം കുട്ടികൾക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ വക ഐറ്റംസ് വണ്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ B6 അതുപോലെ തന്നെയാണ് ഡോഡ്ജ് G-Wagon ഒക്കെ കേട്ടോ. ഇങ്ങനത്തെ വണ്ടികളാണ് നമ്മുടെ മുന്നിൽ വെച്ചാൽ പിന്നെ സച്ചും ഫാദിയും ഭയങ്കര ത്രില്ലിങ്ങിലായിരിക്കും കേട്ടോ. പെട്ടെന്ന് അതിന് പിന്നാലെ പോകുന്നൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ആ വണ്ടിന്റെ വഴിക്ക് പോയി നമുക്ക് നമ്മുടെ റൂട്ടിനല്ലേ പോകാൻ പറ്റും. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണു മുന്നിൽ നമ്മൾ ശരിക്കും വണ്ടി മറിയുന്നത് കാണുന്നത്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങി സ്പീഡിൽ പോകണമെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. സ്പീഡ് പോവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പോവാ. അങ്ങനെ അൽഹംദുലില്ലാ ആർക്കും കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നു. വണ്ടി എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ മുകൾക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പോകുന്നിടത്തൊക്കെ വേസ്റ്റിന്റെ ഈ ഒരു സംഭവം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ ഒന്നും അധികം അപ്പോഴേക്ക് ഇതാ ഉച്ചയായിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലപോലെ വിശക്കാൻ തുടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താസ മന്തി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു അൽഫാമ മന്തിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ സ്പൈസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ചൂടത്ത് നമുക്ക് നല്ലപോലെ എരിവുള്ളത് കഴിക്കാന്ന് പറഞ്ഞത് പറ്റാത്തൊരു കാര്യം. എന്തായാലും ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. ടേസ്റ്റ് നല്ലപോലെ ഉള്ളതുകൊണ്ട് വരുമ്പോഴും നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നല്ല കഴിച്ചത്. അങ്ങനെ അത് അവിടെ എത്തി. ഇനിയിപ്പോൾ എവിടെ വണ്ടി പാർക്ക് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വണ്ടിക്ക് പാർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലെത്തി കുഞ്ഞാക്ക പോയിട്ടോ. കാരണം നല്ല ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ AC ഒക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് കുറേ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കുറേ നേരം ട്രെയിനൊക്കെ കണ്ടങ്ങോട്ട് ആസ്വദിച്ചിരുന്നു. കടൽ കാണാൻ പോവുക, കപ്പൽ കാണാൻ പോവുക, ട്രെയിന്, പ്ലെയിന്, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് പിന്നെയും ഭയങ്കര പൊലിവോടെ കണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എത്ര കണ്ടാലും പിന്നെയും ഭയങ്കര പൊലിവോട് കൂടി ഞാനത് നോക്കി. പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോരുമ്പോഴാണ് കല്യാണം കഴിക്കരുത് എന്നുള്ളൊരു പോസ്റ്റ് വേണം. ഇടയ്ക്കിടയ്ക്ക് ചില സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ കല്യാണം കഴിക്കരുതെന്ന്. അത് ചില നേരങ്ങളിൽ സത്യമായിട്ട് നമുക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്. കുറച്ചു നേരം കടപ്പുറത്തൊക്കെ പോയിരുന്ന് ഈവനിങ് വൈബൊക്കെ അങ്ങോട്ട് ആസ്വദിച്ചു. കഴിഞ്ഞ് രാത്രി തിരിച്ചപ്പോഴേക്ക് 7:30 ആയിട്ടുണ്ടായിരുന്നു. 4 മണിക്കത്തെ ചായ നമ്മൾ കുടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചായ ഓർഡർ ചെയ്തു, ഓരോ ഷവർമയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വയറൊക്കെ ഏകദേശം ഫുള്ളായി. ഇനിയിപ്പോൾ വേറെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കേണ്ടാത്തൊരവസ്ഥ. പിന്നെ ഡ്രിങ്ക്സിനായിട്ട് കുറച്ച് മിൽക്ക് ഷേക്കും അതുപോലെ തന്നെ കുറച്ച് സ്മൂതിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാര്യം കുശാലായി. ഇനിയിപ്പോൾ ഫുഡൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ താ നേരെ വീട്ടിലോട്ട്. അപ്പോഴേക്ക് സച്ചും ഫാദി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലാകുമ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതായത് ഫുൾ വണ്ടിയുടെ സൗണ്ട് ആയിരിക്കും. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.